ഇന്നലെ ശബരിമലയിൽ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത വന്നിരുന്നു. ശബരിമലയിലെ ഫ്ലൈ ഓവറിലൂടെ സഞ്ചരിച്ച ഒരു അയ്യപ്പ ഭക്തൻ പെട്ടെന്ന് ആ ഫ്ലൈ ഓവറിൽ നിന്നെടുത്ത് താഴേക്ക് ചാടി. ആ താഴേക്ക് ചാടി കൈയും കാലും ഒക്കെ ഒടിഞ്ഞു എന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. പക്ഷേ പിന്നീട് രാത്രിയിൽ ആ വാർത്ത വന്നു, ആ ഭക്തൻ മരണത്തിന് കീഴടങ്ങി. ഫ്ലൈ ഓവറിന് മുകളിൽ നിന്ന് എടുത്ത് ചാടുകയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ടാകാവാം കാരണം എന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും നിർഭാഗ്യകരമായൊരു സംഭവമായി പോയി അല്ലേ. ഇപ്പോൾ ശബരിമലയിലെ ഒരു വാർത്ത വരുന്നു. അയ്യപ്പ ദർശനത്തിന് പുല്ലുമേട് വഴിയും എരുമേലി വഴിയും നടന്നു വരുന്ന തീർത്ഥാടകർക്കായി ഒരു പ്രത്യേക സംവിധാനം ഒരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാവുന്നു. വനംവകുപ്പുമായി സഹകരിച്ച് കാൽനട തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകും. വലിയ നടപ്പന്തലിൽ ഇവർക്കായി പ്രത്യേക ക്യൂ സംവിധാനം ഒരുക്കും. പ്രത്യേക ടാഗ് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ കാനനപാതയിലെ മുക്കുഴി ദേവീക്ഷേത്രത്തിൽ നിന്ന് ടാഗ് വിതരണം ചെയ്യണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം. എരുമേലിയിൽ നിന്ന് പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാസ് വാങ്ങിക്കുന്ന ആളുകൾ വാഹനത്തിൽ പമ്പയിൽ വന്ന് അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ കാളകെട്ടിയിൽ നിന്ന് ഈ പാസ് കൊടുത്താലും അവിടെ നിന്ന് വാഹനങ്ങളിൽ വന്ന് ദർശനം നടത്തി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരിക്കും മുക്കുഴി ദേവീക്ഷേത്രത്തിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാസ് വാങ്ങിക്കുന്ന ആൾക്ക് തിരിച്ച് പോയി വണ്ടി പോകാനുള്ള സൗകര്യമില്ല. അതായത് അവിടെ നിന്ന് പിന്നെ പുതുശ്ശേരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം താണ്ടി പമ്പയിലേക്ക് വരാൻ പറ്റുള്ളൂ. നടന്നു വരുന്ന ഭക്തർക്ക് അത് ഗുണം ചെയ്യണം. അങ്ങനെ എരുമേലിയിൽ നിന്ന് പാസ് കൊടുത്താൽ അത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യും. അതിൻ്റെ ഈ ഒരു പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഭക്തർ വളരെ ആശ്വാസമുള്ള കാര്യമാണ്. അതുതന്നെയെല്ലാം നമ്മൾ സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് ക്യൂ ഇല്ലാതെ വരാനുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അത് വളരെ നമ്മൾ കൂടുതൽ സന്തോഷമായിട്ട് വന്നു. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ, ഈ കാനനപാതയിലൂടെ നടന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. ഈ ആനയൊക്കെ ഇറങ്ങുന്ന സമയമായതുകൊണ്ട് അതുവഴി വരുന്നത് സുരക്ഷിതമാണോ പ്രവീൺ? തീർച്ചയായും വളരെ വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരെ വളരെ അപകടകരമായിരുന്നു. ഇപ്പോൾ പക്ഷേ വനപാലകരുടെയൊക്കെ വലിയ നിരീക്ഷണമുണ്ട്. അതുമാത്രവുമല്ല, സന്ധ്യ കഴിഞ്ഞാൽ അതുവഴിയൊക്കെ പ്രവേശനം നിഷിദ്ധവുമാണ്. അതിനൊക്കെ കൃത്യമായും ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ മുക്കുടി ദേവീക്ഷേത്രം എന്ന് നേരത്തെ നാം പറഞ്ഞത്, അവിടെ ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം കൃത്യമായും സുരക്ഷിതമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ തീർത്ഥാടകരെ കാൽനടയായ ആ പാതയിലൂടെയൊക്കെ വനപാലകർ കടത്തിവിടൂ. അത്രയ്ക്കും കൃത്യമായിട്ടുള്ള നിരീക്ഷണം ആ മേഖലകളിലുണ്ട്. അരുൺ, ഓക്കെ പ്രവീൺ, എന്തായാലും ഇപ്പോൾ ഇവർക്ക് ഈ ടാഗ് ഒക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. ഇപ്പോൾ എന്താണ് തീർത്ഥാടകരുടെ ഒരു ആവശ്യം? വനംവകുപ്പും ദേവസ്വം ബോർഡും എങ്ങനെയാണ് അതിനോടൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്? പ്രവീൺ പുരുഷോത്തമൻ. അരുൺ, സാധാരണയായി ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകരും എത്തുന്നത് വാഹനങ്ങളിലാണ്. നമുക്കറിയാം, നിലയ്ക്കലിലും ഒപ്പം തന്നെ പമ്പയിലുമൊക്കെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതിനുശേഷം പമ്പയിൽ നിന്ന് അവർ മല ചവിട്ടിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ കാനനപാത എന്ന് പറയുമ്പോൾ അത് രണ്ട് വഴികളിലൂടെയാണ് ഈ സന്നിധാനത്തേക്ക് തീർത്ഥാടകർ എത്തുന്നത്. ഒന്ന്, എരുമേലി വരെ വാഹനങ്ങളിൽ എത്തുന്നവരുണ്ട്. അതിനുശേഷം എരുമേലിയിൽ നിന്നും കാനനപാത താണ്ടി സന്നിധാനത്തേക്ക്, അതായത് പമ്പ വരെ അവർക്ക് വരാൻ കഴിയും. മറ്റൊന്ന്, പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന പരമ്പരാഗതമായിട്ടുള്ള കാനനപാതയാണ്. ഇത് ഏകദേശം കിലോമീറ്ററുകൾ താണ്ടിയാണ്, വനത്തിനകത്തൂടെ ഈ കാനനപാതയിലൂടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ എരുമേലി വഴി കാനനപാതയിലൂടെ വരുന്നവർ പമ്പയിലേക്ക് എത്തുക. പക്ഷേ അവിടെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്നുള്ളത്, അരുൺ, ഈ ഇത്രയും ദൂരം വളരെയധികം നടന്ന് മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെയും കല്ലും മുള്ളുമൊക്കെ താണ്ടി ഈ പമ്പയിലെത്തുന്ന ഈ കാനനപാത വഴി വരുന്ന തീർത്ഥാടകർക്ക് വീണ്ടും ഈ വാഹനങ്ങളിൽ വരുന്ന തീർത്ഥാടകർ അവരുടെ പുറകിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതായത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്നും അവർക്ക് നേരെ പെട്ടെന്ന് മുകളിലേക്ക് മല കയറാൻ സാധിക്കുന്നില്ല. ഈ വാഹനങ്ങളിൽ എത്തുന്ന അയ്യപ്പന്മാരുടെ പുറകിൽ അവർക്ക് വീണ്ടും ക്യൂ നിൽക്കേണ്ടി വരുന്നു. അത് ഏകദേശം ഒരു 4 മണിക്കൂർ സമയമൊക്കെ നല്ല തിരക്കുണ്ടെങ്കിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നിരന്തരമായി ഈ കാനനപാത വഴി നടന്നു വരുന്ന തീർത്ഥാടകരുടെ ഒരു പരാതിയായിരുന്നു, ഞങ്ങൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഈ വാഹനങ്ങളിൽ എത്തുന്ന തീർത്ഥാടകരുടെ പുറകിൽ വീണ്ടും ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന് ഒരു പരാതി പോയിരുന്നു. മന്ത്രി വി എൻ വാസവൻ ആ പരാതി ദേവസ്വം ബോർഡിന് കൈമാറി. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തു. അതായത് ഇങ്ങനെ പരമ്പരാഗത കാനനപാത വഴി നടന്നു വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകും, അതായത് പ്രത്യേക പാസ് നൽകും. അത് വനം വകുപ്പാണ് നൽകുക. അപ്പോൾ ഈ പ്രത്യേക പാസ് ഉള്ളവർക്ക് ക്യൂ നിൽക്കാതെ തന്നെ പമ്പയിൽ നിന്നും നേരെ മല കയറാൻ കഴിയും. അതുപോലെ തന്നെ വലിയ നടപ്പന്തലിൽ വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കാണ് ഉള്ളത്. അപ്പോൾ ഈ വലിയ നടപ്പന്തലിലൊക്കെ ഈ പരമ്പരാഗത കാനനപാത വഴി നടന്നു വന്ന ഭക്തർ ആരാണ്, വാഹനങ്ങളിൽ വന്ന ഭക്തർ ആരാണെന്നും തിരിച്ചറിയാൻ മാർഗ്ഗമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രത്യേക ടാഗ് സംവിധാനം ഏർപ്പെടുത്താൻ പോകുന്നു. വലിയ നടപ്പന്തലിൽ ഒരു പ്രത്യേക ക്യൂ സംവിധാനം കാണും. മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഇപ്പോൾ പ്രത്യേകം ക്യൂ ഉണ്ട്. അതുപോലെ മറ്റൊരു ക്യൂ ഈ കാനനപാത വഴി നടന്നു വരുന്ന തീർത്ഥാടകർക്കായി ഒരുക്കും. അതേതായാലും ഈ തീർത്ഥാടകരെല്ലാം നടന്നു വരുന്ന തീർത്ഥാടകരെല്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ ഒരു പുതിയ പദ്ധതി
പദ്ധതി ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ പ്രവീൺ, മാത്രമല്ല ഇന്നലെ ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയത് ഇന്നലെയാണ്. വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി വലിയ തിക്കും തിരക്കുമൊന്നും പ്രകടമാകാത്ത രീതിയിൽ തന്നെ ഭക്തർക്ക് ദർശനം ഇന്നലെ സാധ്യമായോ പ്രവീൺ? അതെ അരുൺ, ഈ മണ്ഡലകാലം ആരംഭിച്ച് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മല ചവിട്ടിയത്, ദർശനം നടത്തിയത്. ഇന്നലെ 93,034 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ തത്സമയ ബുക്കിങ്ങിലൂടെ മാത്രം 19,110 പേരും ദർശനം നടത്തി. ഇന്നലെ പുല്ലുമേട് വഴി 2,518 പേരും ദർശനം നടത്തി. ഇന്ന് ഇപ്പോൾ അല്പം ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ 3.5 മണിക്കൂറൊക്കെ എത്തുന്നുണ്ട് എന്നാണ് ഭക്തർ പറയുന്നത്. പക്ഷേ അവർ അത് പരാതിയായൊന്നും പറയുന്നില്ല. കാരണം ഇനി വരും ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് തന്നെയായിരിക്കും സന്നിധാനത്ത് അനുഭവപ്പെടുക. പക്ഷേ പോലീസിൻ്റെയൊക്കെ നിയന്ത്രണം ഇക്കുറി കാര്യക്ഷമമാണ്. ഒരു മണിക്കൂറിൽ ശരാശരി 4,800 പേരെ 18-ാം പടി ചവിട്ടി കയറ്റാൻ പോലീസിനാകുന്നുണ്ട്. അതായത് ഒരു മിനിറ്റിൽ ശരാശരി 70-നും 80-നും ഇടയ്ക്ക് തീർത്ഥാടകർ 18-ാം പടി ചവിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ഇന്നലെ 93,034 പേർ ആ സമയത്തിനുള്ളിൽ തന്നെ ഇന്നലെ രാത്രി 11 മണിക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ദർശനം നടത്തി കഴിഞ്ഞു. ഇന്നും നല്ല തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദർശനം നടത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഭക്തന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് തന്നെ പോകണം. 3-3.5 മണിക്കൂർ എടുക്കുന്നുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ വരാൻ. പൊതുവെയുള്ള തിരക്കിന്റെ ഭാഗമായിട്ടാണ്. അതൊന്നും അത്ര വലിയ തിരക്കല്ല എന്ന് ഈ തിരക്കുള്ള സമയത്ത് പോയ ഭക്തർക്ക് അറിയാമല്ലോ. അപ്പോൾ താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ. പ്രവീണാണ് വിവരങ്ങൾ നൽകിയത്.